ഹാർട്ടിൻ ടോക്ക് ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഹാർട്ടിൻ ടോക്ക് ഷോയിൽ പങ്കുചേരുന്നത് ഫൗണ്ടർ ഓഫ് ഒറിയ ആൻഡ് കോ ഫൗണ്ടർ ഓഫ് ഫ്ലെക്സിക്ലൗഡ് അനൂജ മാം ആണ്. മാം, ഹാർട്ടിൻ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഒരുപാട് റെക്കഗ്നീഷൻസും ഒരുപാട് അവാർഡുകളും ഒരുപാട് പല സ്റ്റാർട്ടപ്പുകൾക്കും തുടക്കം കുറിച്ച ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലൈഫ് ജേർണി ഇവിടം വരെ എത്തിയത്? ഓക്കെ, ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ ഓൺടർപ്രണർഷിപ്പ് വാസ് നോട്ട് ബൈ ചോയ്സ്. ആക്ച്വലി ഞാനൊരു ആക്സിഡൻ്റൽ ഓൺടർപ്രണർ ആണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യു മെൻഷൻ ദാറ്റ് ഒരുപാട് അവാർഡുകളും ഒരുപാട് റെക്കഗ്നീഷനും അതിനേക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് മേജർ സ്റ്റാർട്ടപ്പ് ഫെയിലിയറൊന്നും മൂന്നാമത്തെ ഫെയിലിയർ ഓൾമോസ്റ്റ് മറ്റേ കോഡിൻ്റെ വേർജിൽ വന്ന് അവിടുന്ന് അതിനെ സർപ്പാസ് ചെയ്ത് സർവൈവ് ചെയ്ത് ഇന്ന് ഇങ്ങനെ ആയത്. ബേസിക്കലി ഐ മേഡ് ദ ചോയ്സ് ദാറ്റ് യെസ്, ആക്സിഡൻ്റൽ ഓൺടർപ്രണർ ആയിട്ട് പോലും വന്നിട്ട് എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ഡെസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്, ഇതിൽ എന്തോ എനിക്കുണ്ട്. ഈ ഫെയിലിയേഴ്സ് ഞാൻ അനുഭവിക്കുമ്പോഴും ഇതെനിക്ക് വിടാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണത്തിൻ്റെ പുറയിൽ എന്തോ ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെ എൻ്റെ ചോയ്സ് ആയിട്ട് ഫ്രം നോട്ട് എ ചോയ്സ് ഐ മേഡ് ദിസ് എ ചോയ്സ് ആൻഡ് ഐ ബിലീവ് ദാറ്റ് ബീയിങ് എക്സ്ട്രാordinary ഈസ് ഓൾസോ എ ചോയ്സ്. സോ ഐ wanted to become somebody, create a signature which eventually I think entrepreneurship gave me that power to it. Actually ഞാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ വർക്കിംഗ് ആയിരുന്നു. അവിടുന്ന് നാട്ടിലേക്ക് ഡെലിവറി ടൈമിൽ കുട്ടികൾക്ക് ആ സമയത്ത് ഇങ്ങോട്ട് വന്നപ്പം കോളേജിൽ പഠിപ്പിക്കാൻ കുറച്ച് നാൾ കയറി. ആ സമയത്ത് ജസ്റ്റ് ഒരു കുട്ടികളെ എങ്ങനെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് ഓർത്തിട്ട് വന്നപ്പോൾ ഒരു എംപ്ലോയബിലിറ്റി കരിക്കുലം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം ആയിരുന്നു. അത് എനിക്ക് പോലും അറിയത്തില്ല എന്ന് എഡ്ടെക് പ്ലാറ്റ്ഫോം വന്ന്. പക്ഷേ ഇറ്റ് വാസ് വെരി ഹെഡ് ഓഫ് ടൈം, ഗോട്ട് ഫെയിൽഡ്. 6 months it got failed. Again 2017 I started a marketing agency which was going through very well, but again first failure was because idea ഉണ്ടായിരുന്നു, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ അറിയത്തില്ലായിരുന്നു. ബിക്കോസ് മാർക്കറ്റ് പഠിച്ചില്ല. ഞാനൊരു abroad മാർക്കറ്റിൽ നിന്ന് വന്നുകൊണ്ട് I thought this would be very easy. I thought this is a very corporate stuff because നമുക്ക് ഈ ഓൺടർപ്രണർഷിപ്പ് എന്താണെന്ന് അറിയത്തില്ലല്ലോ. നമ്മളൊരു ഐഡിയ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ഭയങ്കര കേരളൈറ്റ് മാർക്കറ്റിൽ സർവൈവ് ചെയ്താൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന അഡ്വൈസാണ്, കേരളൈറ്റ് മാർക്കറ്റിൽ സർവൈവ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ശരി ഓൺടർപ്രണർഷിപ്പിൽ സർവൈവ്, ബിസിനസ് ലെഗസി ബിസിനസ് നടത്തുന്ന പോലെയല്ല. നമ്മളൊരു ഐഡിയ ആയിട്ട് കേരള മാർക്കറ്റിൽ വന്നിട്ട് നമുക്കതിനെ സർവൈവ് ചെയ്ത് തരണം ചെയ്ത് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല. അതിന് നമുക്ക് മെറ്റലുണ്ടെന്നാണ് 100%. നമുക്ക് പിന്നെ എവിടെ ഏത് ഉഗാണ്ടയിലിട്ടാൽ നമ്മൾ വളരും ഇന്റർനാഷണൽ. അതെ. അപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺടർപ്രണർഷിപ്പ് ഒരു 9 to 5 അല്ലെങ്കിൽ തൽക്കാലം ഞാൻ എടുത്തു, പിന്നെ ഞാൻ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ജോലിയില്ല. ഇറ്റ്സ് എ ഫുൾ ടൈം ജോബ് ആൻഡ് റിമോട്ട് ഓൺടർപ്രണർഷിപ്പ് ഒരിക്കലും നമുക്ക് നടക്കില്ല. നമുക്കതിൽ നമ്മുടെ ഫോക്കസ് ഫുൾ ടൈം വേണം. അപ്പോൾ ഞാൻ സിംഗപ്പൂർ ഒരു വെക്കേഷന് പോയപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഞാൻ ആക്ച്വലി എൻ്റെ ഓഫീസിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ കോവർക്കിംഗ് ആയിട്ട് കൊടുത്തിരുന്നു. ഞാൻ പോലും അറിയാതെ അന്നത്തെ ആദ്യത്തെ കോവർക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നറിയോ, ശരിക്കും കോവർക്കിംഗ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന ഞാനാണല്ലേ അങ്ങനത്തെ 8 ആരംഭിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ജേർണി വാസ് സപ്പോസ് ടു ബി ലൈക്ക് ദാറ്റ് ബിക്കോസ് ഐ ആം സപ്പോസ് ടു ബി വാട്ട് ഐ ആം ടുഡേ. അപ്പം നമ്മളെല്ലാം ഡെസ്റ്റിനിയുടെ ഭാഗം എന്ന് വെച്ചെന്നറിയാം. ഈ ട്രിഗേഴ്സ് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സസ് ആണ് നമ്മുടെ ഈ അൽഗോരിതം പോലെ ഈ യെസ് ഇങ്ങോട്ട് പോകുന്നത്. നോ എടുത്താലും ചിലപ്പോൾ നമ്മൾ കറങ്ങി തിരിച്ച് ചിലപ്പോൾ അല്ലെങ്കിൽ വരും. പക്ഷെ അവിടെയും നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ. അപ്പം ഇത് ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഈ വെണ്ടർക്ക് പൈസ കൊടുക്കാറുണ്ടായിരുന്നു, എൻ്റെ ഒരു കോവർക്കിംഗ് അസോസിയേറ്റ്. അവിടുന്ന് ആ പൈസ കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങിയിട്ട് ഞാൻ മാർവാടിയുടെ നിന്ന് വട്ടിപ്പലിശ വാങ്ങി വരെ കൊടുത്ത്, ബിക്കോസ് വീട്ടിൽ പറഞ്ഞാൽ അത് വലിയ പ്രശ്നം. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അറിയാത്തതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ കൊളാട്രൽ ഇല്ലാതെ ഈ സാധനം എടുക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഞാൻ വിചാരിച്ചു കൊളാട്രൽ കൊടുക്കാതെ ചെയ്യുന്ന വട്ടിപ്പലിശക്കാരനാണ്. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഓക്കെ ഫൈൻ ലെറ്റ് മീ ഗിവ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് 100 എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സംഭവം മനസ്സിലായി. എന്നെ സംബന്ധിച്ചോളം ഐ നീഡ് ടു ഗെറ്റ് ദ മണി, ഐ ബോട്ട് ദ മണി. സോ ഫ്രം 25 lakhs ഞാൻ 1.5 കോടി കടബാധ്യത ഉണ്ടാക്കിയ വലിയൊരു മിടുക്കി ഫൗണ്ടറാണ് ഞാൻ. പക്ഷെ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതായപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ കൊടുത്തു. ദാറ്റ് ഡേ ഐ ക്രൈഡ് എ ലോട്ട്. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ മണ്ടത്തരം കാരണം എനിക്കിത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്ന് ഞാൻ സോളോ പ്രോണർ ആയിരുന്നു, എനിക്ക് ലീഗൽ ഇതൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയില്ല, അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഞാൻ പഠിച്ച പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ സോ മൈ ഫെയിലിയേഴ്സ് ആർ ദ ലെസൺസ് വിച്ച് ടോട്ട് മീ വാട്ട് ആർ ദ നോട്ട്സ്. സോ ഐ തിങ്ക് ദാറ്റ് മറ്റേ ഷാറുഖ് ഖാൻ സിനിമയിൽ പറഞ്ഞ ഏറ്റവും കൂടുതൽ ലൂസറിനാണല്ലോ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആ ഫ്ലെയർ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതിങ്ങനെ സ്ഥിരമായിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. അത് കഴിഞ്ഞിട്ട്
ഈ പറയുന്ന പോലെ അത് ആ ഓഫീസൊക്കെ ഞാൻ കൊടുത്തു. ഞാൻ ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്ത് അതൊരുവിധം നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ട് പുള്ളിയായിട്ട് കൊളാബറേറ്റ് പുള്ളിയോട് ഞാൻ എൻ്റെ ചെറിയ സാധനമാണ്, നിങ്ങൾ വലിയ സംഭവമൊക്കെ ആയിരിക്കും, പക്ഷേ ഈ ഒരു ഈക്വലായിട്ടുള്ള ആൾക്കാർ തമ്മിലല്ലേ ബിസിനസ് ചെയ്യുന്നത്, അതെൻ്റെ ഈഗോയും സെൽഫ് എസ്റ്റീമിനും ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്ത്. ആ പുള്ളിയാണ് എൻ്റെ ഇപ്പോഴത്തെ കോ ഫൗണ്ടർ. അപ്പോൾ പക്ഷേ ദ തിങ് ഇസ് ദറ്റ് ഹി വാസ് ആക്ച്വലി നൈസ്. ഹി ഗേവ് മി എ മോട്ടിവേഷൻ ടു ബ്രിങ് ഇൻ സംതിങ് ഓൺ ദ ടേബിൾ. അപ്പോൾ ഞാൻ ഒരു ക്യാമ്പയിൻ നടത്തി, അതിൽ നിന്ന് ഒരു 7 lakh rupees റേസ് ചെയ്തു. 5 lakhs കൊണ്ടുവന്ന് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാൻ തരും. പുള്ളി അന്ന് എന്നോട് ഡയലോഗ് പറഞ്ഞു, ഇത് ഞാൻ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ഇത് ചെയ്യാൻ പറ്റും. ഞാനൊരു ട്രിഗർ തന്നെ, ഞാൻ മോട്ടിവേഷൻ തന്നെ, സ്പാർക്ക് തന്നെ. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒറിയയിൽ അത്യാവശ്യം എൻ്റെ PT-ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ 10,000-2,000 ബ്രാൻഡ്സോളം ഞങ്ങൾ ബൈ ഡിഫോൾട്ട് ഉണ്ടാക്കി പോയി. പിന്നെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കിനും FlexiCloud ഞങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കിയാലോ എന്ന് തോന്നി. ബിക്കോസ് വിനോദിൻ്റെ ഐഡിയ ആണത്. അപ്പം ഹീ ഈസ് എ വെരി ഷാർപ്പ് ടെക് ഗൈ. അപ്പം എനിക്ക് ഇതിൻ്റെ ഐ നോ ഹൗ to make this, because I'm a marketing and a brand strategist. അവിടുന്ന് ഞാൻ ഇതിനെ ഞങ്ങൾ 3 yearsനുള്ളിൽ ഫോബ്സിന്റെ top 200 സ്റ്റാർട്ടപ്സിൽ ഒരു സ്റ്റാർട്ടപ്പായി മാറി. അപ്പോൾ പിന്നെ വി ഹാവ് ലോട്ട് ഓഫ് ബിഗ് ക്ലയൻസ് ലൈക്ക് ഓൺട്രപ്രണർ മിഡിൽ ഈസ്റ്റ്, ലെനോവോ, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെ വലിയ വലിയ ക്ലയൻസ് ഞങ്ങൾ ഓൺ ബോർഡ് ചെയ്തു. സോ പിന്നെ ഞങ്ങൾ ഫണ്ട് റൈസ് ചെയ്തു. ലൈക്ക് then we came into highlight. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ CFO പറഞ്ഞു, എനിക്കൊരു സ്റ്റാർട്ടപ്പ് വേണം നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളൊരു അൽഫാം നടക്കുന്ന കടയിൽ കോട്ടയത്ത് നിന്ന് സംസാരിച്ച്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റേ ഐ എം യുവർ ജീനി, ഐ ഗെറ്റ് ദാറ്റ് ഡൺ. അങ്ങനെ പോക്കറ്റ് C4 സ്റ്റാർട്ട് ചെയ്തു. പോക്കറ്റ് C4 ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ I think 2 or 3 years. It has 25 staffs. It has clients like Muthoot and very big clients. അപ്പം all are my CXOs. So eventually my thing is that if they have a technical idea, I know how to place it. I am a brand position person. I know കാരണം എൻ്റെ സ്വന്തം ഫെയിലിയർ എന്നുള്ള സ്റ്റാർട്ടപ്പ് ഞാൻ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തപ്പോൾ ഈ ആർട്ട് ഞാൻ മറ്റേ ബ്രഷ് ചെയ്യുന്ന പോലെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻച്വലി ഞാൻ സ്റ്റാർട്ടപ്പ് മെൻറ്ററായി. ഞാൻ 45 ഇൻക്യുബേറ്റേഴ്സിൻ്റെ ഇന്ത്യയിലെ മെൻറ്ററാണ്. അത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പോയ വഴികളിൽ കൂടെ കുഴികളിൽ ആൾക്കാർ വീഴാതിരിക്കാൻ വേണ്ടി അത് ഞാൻ ഒരു പ്രോബോണോ അല്ലെങ്കിൽ വോളണ്ടിയർ ആയിട്ട് ഞാൻ കൂടുതൽ ചെയ്യാറ്. ഇപ്പം എനിക്ക് അത്രയും സമയം കിട്ടാറില്ല, പക്ഷേ എന്നാലും ചെയ്യുന്ന അത്ര ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സമയത്ത് 484 ഫോളോവേഴ്സ് ഉള്ള ലിങ്ക്ഡിൻ ഉള്ള ആളായിരുന്നു ഞാൻ. ഇന്ന് എനിക്ക് അറൌണ്ട് 49,000 എന്താ പറയുക ഫോളോവേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല, എന്നെ ഫോളോ ചെയ്യുന്ന ഡെലോയിറ്റിലുള്ള ആൾക്കാരും എനിക്ക് തന്നെ അറിയത്തില്ല. ദേ സേ ദാറ്റ് ഐ എം ഫോളോയിങ് ഫ്രം 5 years. ഐ എം ലൈക്ക് വൈ ഡു ദേ ഫോളോ മീ? അപ്പം ഞാൻ എക്കണോമിക് ടൈംസിൻ്റെ ദുബായിലൊരു സമ്മിറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഓൺട്രപ്രണർ, ഐ എം ഓൾവേസ് എൻ ഓൺട്രപ്രണർ, ദാറ്റ് നെവർ ചേഞ്ചസ്. ബട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ നീ ഇപ്പോൾ ലിങ്ക്ഡിൻ ഇൻഫ്ലുവൻസർ ആയാലും ഭയങ്കര ലിങ്ക്ഡിനിലും ഇൻസ്റ്റയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്രാൻഡ്സിന് വേണ്ടി ഞാൻ അങ്ങനെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഒക്കെ നിർത്തി ഇതാണ് ഇൻഫ്ലുവൻസിങ് ആണ്. സി ഇൻഫ്ലുവൻസ് ഇസ് എ പാർട്ട് ഓഫ് ദ തിങ് വിച്ച് ഐ എക്സ്പാൻഡ് മൈ നെറ്റ്വർക്ക് ഓർ ഐ ഗെറ്റ് now I'm connected to that tribe also. That is the only advantage. But the fact is that I'm always an entrepreneur. ഇപ്പോൾ ലിങ്ക്ഡിൻ ഈ പറഞ്ഞ പോലെ ഇവരെൻ്റെ അടുത്ത് വന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ഞാൻ ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ എഴുതുന്ന കോണ്ടന്റ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി എടുക്കുകയാണെങ്കിൽ 100% ഐ എം എൻ ഇൻഫ്ലുവൻസർ. അല്ലാതെ ഐ ഡോണ്ട് ഡു എനിത്തിങ് എക്സാക്ട്ലി ഇൻ വിച്ച് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു സെഷൻ എടുത്തു. അപ്പോൾ ആ സെഷനിൽ എനിക്ക് എന്താണ് അവിടെ മനസ്സിലായത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവിടെ എഴുതുന്നത്. പക്ഷെ ആ എക്സ്പീരിയൻസ് ആക്ച്വലി സ്പീക്കിംഗ്, ഞാൻ ശരൺ ഹെഗ്ഡേയുടെ ആയിട്ട് നടത്തിയ യൂട്യൂബ് ആക്ച്വലി അത് ഭയങ്കര വൈറലായി. അത് എന്നെ എനിക്ക് മനസ്സിലായി. അതിനൊരു 749 കമൻസ് ഞാൻ ഒരു ദിവസം ഇരുന്ന് ഞങ്ങളെല്ലാവരും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ബിക്കോസ് പീപ്പിൾ കുഡ് റെസനേറ്റ്, കോമൺ മാൻ കുഡ് റെസനേറ്റ് ഇറ്റ്. ഞാൻ അവിടെ പറഞ്ഞ വലിയ ജാർഗൻസോ അതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഞാൻ മണ്ടത്തരം കാണിച്ചു, ഞാൻ ഫെയിൽ ചെയ്തു. ഞാൻ പിന്നെ അവിടുന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ മണ്ടത്തരം വരുമ്പോൾ അവിടെ ഒരു പാറ്റേൺ ഉണ്ട്. എല്ലാം പാറ്റേൺ ആണ് ലൈഫിൽ. അപ്പോൾ ആ പാറ്റേൺ എങ്ങനെ ശരിയാക്കാം നമുക്ക്. ഞാൻ ഷെർലോക്ക് ഹോംസ് ഫാനാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം, പുള്ളിയുടെ ഡീകോഡിങ് സാധനം ഭയങ്കര സ്പീഡ് ആയതുകൊണ്ടാണ് പുള്ളിക്ക് ഈ മാജിക് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് സാധനം കണ്ടുപിടിക്കുക. അപ്പോൾ റിസർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ച എല്ലാ പ്രോബ്ലത്തിനും എൻ്റെ സൊല്യൂഷൻ ഉണ്ടെന്ന് കറക്റ്റാണ്. അതിൻ്റെ എക്സാമ്പിൾ ലൈവായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളിത് എപ്പോഴും പ്രോബ്ലം നോക്കുമ്പോൾ ഞങ്ങൾ അതിന് സൊല്യൂഷൻ ഉണ്ട്. അതിനെ കറക്റ്റായിട്ട് മാർക്കറ്റിൽ പ്ലേസ് ചെയ്ത് അത് എങ്ങനെയാണോ അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ കൃത്യം ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈലാണ്. അതിന് ബാക്ക് എൻഡ് ഞങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ബിക്കോസ് ആൾക്കാരുടെ വിചാരം ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് അല്ല.
ബ്രാൻഡിങ് എന്ന് വെച്ചാൽ ബ്രാൻഡ് റിസർച്ചിൽ ബ്രാൻഡ് സ്ട്രാറ്റജി ഉണ്ടാക്കി അത് എങ്ങനെ റീകോൾ ഉണ്ടാക്കി അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിൽ നിന്ന് ICPയെ കണ്ടുപിടിച്ച് അവിടുന്ന് അവരെ കൊണ്ടുവരുമ്പോഴത്തേക്കിനും അവർക്കിത് ബിക്കോസ് ഒരു നീഡ് ഉള്ളതുകൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞോ ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് പരിപാടി. ഈ ഗ്യാപ്പ് കറക്റ്റായിട്ട് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഒരു പരുവം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ സ്റ്റാർട്ടപ്സിന് ബ്രാൻഡ് ബിൽഡ് ചെയ്തത് എനിക്ക് ഓരോ നീഷ് കാണുമ്പോഴേ ഇപ്പോൾ ഫിൻടെക് ചെയ്താകുമ്പോൾ അടുത്തൊരു ഫിൻടെക് വരുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെയായിരിക്കും ഈ സാധനം. പിന്നെ സബ് നീഷസ് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് നമുക്കറിയാത്ത ഏരിയ ആണെങ്കിൽ പോലും ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലി നമ്മൾ പഠിക്കുമല്ലോ ഇതെല്ലാം. അപ്പം പിന്നെ മെൻറ്ററിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് ഇത് രണ്ടിനോട് ക്ലബ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു 360 ഡിഗ്രി അണ്ടർസ്റ്റാൻഡിങ്ങാണ്. പിന്നെ ഞാൻ എക്കോസിസ്റ്റം എനേബിൾ ആയിട്ട് ഞാൻ ഒരുപാട് ഇൻക്യുബേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ ടൈം ഇന്ന ആൾക്കാർ കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ എനിഗ്മ അല്ലെങ്കിൽ ഞാൻ ഇന്ന രാജ്യത്ത് പോകുന്നു, ഇത് ഈ ലിങ്ക്ഡിനും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പവറാണ് അവർ കാണുന്നത്. പക്ഷെ ബാക്ക് എൻഡ് രാത്രി ആകുമ്പോഴത്തേക്കിനും ഈ വർക്ക് ഡെലിവറി അല്ലെങ്കിൽ നമ്മളെല്ലാം വിളിച്ച് ഞങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൺടർപ്രണേഴ്സ്, വി ലിവ് ഇറ്റ് ബട്ട് വി ലവ് ഇറ്റ്. ഇതിൽ ടെൻഷനും സ്ട്രെസ്സും ഞങ്ങളുടെ ഭാഗമാണ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ജീവിക്കുന്ന ഇതില്ല. പിന്നെ ഇത് ഞങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബീങ് എക്സ്ട്രാordinary വാസ് എ ചോയ്സ്. എനിക്കിങ്ങനെ വേണം. അങ്ങനെ അതെടുത്തതുകൊണ്ട് ലിറ്ററലി എൻജോയിങ് ദാറ്റ് ജേർണി. പിന്നെ ഈ പറയുന്ന പോലെ ഐ തിങ്ക് ദാറ്റ് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും റൺ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ബിസിനസ് ആയിരിക്കും ചിലപ്പോൾ, ചില ആൾക്കാർക്ക് എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. ഈ ചോയ്സ് നമ്മൾ കണ്ടെത്തുക ഓവർ ദ ടൈം. പിന്നെ ഈ ജേർണിയിൽ നമ്മൾ ഹോണസ്റ്റായിട്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് എംബ്രേസ് ചെയ്ത് നമ്മൾ എന്താണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഫസ്റ്റ് നമ്മളെന്താണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആൻസറൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകളും ഒരുപാട് ബ്രാൻഡിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ് എവറി ഡേ ചലഞ്ച്. പക്ഷെ വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ക്ലയൻറ്റിനെ ഇപ്പം എനിക്കത് അത്ര ഇല്ല. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ക്ലയൻറ്റിന് മറ്റേ ഈ ഓഡിയൻസിന് എന്താ വേണ്ടതെന്നുള്ളത് അത്രയ്ക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ക്ലയൻറ്റിൻ്റെ ഇഷ്ടമാണ് ക്ലയൻറ്റ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും? അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എൻഡ് യൂസറിനെയാണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ ചലഞ്ചസ് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ടെക്നോളജിക്കലി ചില സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലെക്സിക്ലൗഡ് ഫൗണ്ടർ വിനോദാണെങ്കിലും he talks like a PhD tech guy, so he can't decode that simplified thing to a normal person. അങ്ങനെ വരുമ്പോഴത്തേക്കും again I have to come with a simplified version. ഇതെന്ന് വെച്ചാൽ ഇത് who is having more knowledge എന്നുള്ളതല്ല ഇതിൽ ഫാക്ടർ. ഇത് sometimes the problem is that പലരുടെയും പല റോൾസ് ആണ്. For example, whatever I am winning today or whatever my achievements, it's all contributed by entire thing of my pack. I always say that എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോട്ടാണ്, the strength of the pack is me and the strength of me is my pack. എൻ്റെ CXOs, എൻ്റെ ടീംമേറ്റ്സ്, എൻ്റെ പേഴ്സണൽ മാനേജർ ആൻഡ് എനിക്ക് ലിറ്ററലി സ്പീക്കിംഗ് ഞാൻ എൻ്റെ ടൈം ഷെഡ്യൂൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എൻ്റെ കലണ്ടർ ഞാൻ നോക്കിയാൽ തന്നെ എനിക്ക് പേടിയാവും. ഷീ ഹാൻഡിൽസ് ഇറ്റ് സോ സ്മൂത്ത്ലി ദാറ്റ് ടുഡേ ഐ ഫീൽ ദാറ്റ് ഈ ടീമിനെ ഞാൻ ക്രിയേറ്റ് ചെയ്താൽ ഓവർ ദ ടൈം. അപ്പോൾ ഐ തിങ്ക് എ ഫൗണ്ടർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൂ ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ടീം. സോ അത് ആക്ച്വലി വാസ് മൈ ബിഗ്ഗസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒരു ക്ലയൻറ്റിൻ്റെ വർക്കോ അല്ലെങ്കിൽ ഒരു ഫണ്ട് റേസിങ് ഇഷ്യൂ അതൊന്നുമല്ല ഞങ്ങളുടെ ആദ്യത്തെ ചലഞ്ച്. ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് ആ റൈറ്റ് ആയിട്ടുള്ള ആ ടീംമേറ്റ്സിനെ നമ്മൾ കണ്ടെത്തുന്നത്. അതെനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിനും ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പം കേരളത്തിൽ നിന്നും തുടങ്ങി ഇന്ത്യയിലെത്തി നമ്മൾ ഒരു സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളുടെ ഇതാണ് നാഷണലി അല്ലെങ്കിൽ ഇന്റർനാഷണലി ചെല്ലുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു എല്ലാ തലങ്ങളിലേക്കും മാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ETയുടെ മോസ്റ്റ് ഇൻസ്പയറിംഗ് വുമൺ ആയാലും അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആയാലും ടെഡക് ടോക്കുകളും പിന്നെ അതേപോലെ തന്നെ ഓതറാണല്ലോ, ഒരു ബുക്കിന്റെ ഓതറും കൂടിയാണ്. വേൾഡ് ഇസ് എ ബ്രാൻഡ്. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ആശംസിക്കുന്നു. ഞങ്ങളുടെ ഹാർട്ടിൻ ടോക്ക് ഷോയിലേക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് വന്നതിന് മാമിനും താങ്ക് യു സോ മച്ച്.